എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തക്കാളിനെ കുറിച്ചാണ്. തക്കാളി എങ്ങനെ എളുപ്പത്തിൽ ഒരു അടുക്കളയിലേക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കുറിച്ച് വേണം. സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിട്ടാണ്. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്ന തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 ട്രിപ്പ് പൊട്ടിച്ചെടുത്തതിന് ശേഷമുള്ള തക്കാളികളാണ് ഈ കാണുന്നത്. ഞങ്ങൾ പൊട്ടിക്കും തോറും ഈ സാധനം കൂടി വരുന്നത്. അപ്പം അത് കണ്ടപ്പോഴാണ് ഈ വീഡിയോ ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചത്. കാരണം ഇത് പൊട്ടിക്കുന്ന ഒരു അടുത്ത് താഴ്ത്തുനിന്ന് പൊട്ടിച്ചാൽ മേലേക്ക് വരും, മേലേന്ന് പൊട്ടിച്ചാൽ താഴ്ത്തേക്ക് വരുന്നതായിട്ടാണ് ഈ തക്കാളികൾ ഉണ്ടായി കൊണ്ട് വരുന്നത്. പിന്നെ ഇത് നമ്മൾ വളത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മൾ 2 നേരം നനയ്ക്കുന്നുണ്ട്. അപ്പോൾ നന കിട്ടുമ്പോൾ വെള്ളത്തിനുമായി പിന്നെ നമ്മൾ നട്ട് ചെടിയുടെ ഉള്ളിൽ 2 നേരം വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്കും അതിൻ്റെ ഒരു ഇഷ്ടം തോന്നുമെന്ന് എനിക്ക് തോന്നണേ. കാരണം അങ്ങനെ ഉണ്ടോ എന്നൊരു സംശയം. കാരണം അല്ലെങ്കിൽ ഇത്ര മാത്രം തക്കാളികൾ ഉണ്ടാവും. അപ്പം തക്കാളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിത്ത് മാർക്കറ്റിൽ നിന്ന് മേടിക്കണമെന്ന് തന്നെയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. കടയിൽ നിന്ന് നമ്മൾ സാമ്പാറിന് കഷ്ണം മേടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു തക്കാളി, കുറച്ച് മോശം തക്കാളി ഉണ്ടായിരുന്നത്, അത് ഒരു പാത്രത്തിലിട്ടും കാഞ്ഞിട്ട് ഒരു ചട്ടി ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് മണ്ണിട്ടും കാഞ്ഞിട്ട് അതിൽ മുളപ്പിച്ച് എടുത്ത് ഏതാണ്ട് ഒരു 15 ദിവസത്തോളം കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രോ ബാഗിലേക്ക് ഞാൻ അതിനെ മാറ്റി പറിച്ചും കാഞ്ഞ് നട്ട്. ആദ്യം തന്നെ ഞാനിവിടെ എല്ലാ പച്ചക്കറികൾക്കും ചെയ്യുന്നൊരു വളമുണ്ട്. ആ വളം മാത്രമേ ഞാൻ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു വളങ്ങളും ഞാൻ ഒരു കൃഷിക്കും ചെയ്യാറില്ല. ആ വളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണം കഴിച്ച സാധനങ്ങളുടെ വേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഒരു ഡബ്ബ വെച്ചിട്ടുണ്ട്. ആ ഡബ്ബയിൽ ഒരാഴ്ചത്തേക്ക് വളം ആകുമ്പോൾ ഞാൻ എടുത്തും കാഞ്ഞിട്ട് കുറച്ച് മണ്ണ് മിക്സ് ചെയ്ത് കാഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ച് കുമ്മായിപ്പൊടി ചിതിരും കാഞ്ഞിട്ട് ഈ മണ്ണങ്ങോട്ട് മൂടും. അത് കുറച്ച് അതേമാതിരി തന്നെ ഒരു 10-20 ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ ഇതിന് എടുത്തും കാഞ്ഞ് മിക്സ് ചെയ്ത് അതിൽ കുമ്മായപ്പൊടി വീണ്ടും ചേർക്കും ഞാൻ കുറച്ചും കൂടി. അത് മിക്സ് ചെയ്ത് കാഞ്ഞിട്ട് ആ വളമാണ് ഞാൻ ഈ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അതൊന്ന് തക്കാളിക്കെന്നല്ല, കേബേജിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് രീതിയൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോന്നിനെ പറിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കിളിർത്ത് വരുന്നുണ്ട്. എനിക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ചെടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തക്കാളി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ചെടിയിലാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ കൃഷി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിനുള്ളതും കൂടി നമ്മൾ ചെയ്തു വയ്ക്കും. കാരണം എന്ത് പച്ചക്കറി ആയാലും നമ്മത് തീർന്നു പോണതിന് മുമ്പ് അടുത്ത സ്റ്റെപ്പ് പൊട്ടിക്കാറായിരിക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്തു വരുന്നത്. ഇത് പിന്നെ ഈ കൃഷി ഞാൻ കൊണ്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ 2 പേരും കൂടി കൊണ്ടു നടക്കുമ്പോൾ അത് നല്ലതല്ല. പക്ഷേ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ്. കാരണം എപ്പോഴും നോക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും വെള്ളം ഒഴിക്കുന്നതും അതിൻ്റെ എല്ലാ കേടുപാടുകളും നോക്കുന്നതൊക്കെ ആൾ തന്നെയാണ്. അല്ലെങ്കിൽ തക്കാളിക്ക് ഒരു വെള്ളക്കുത്തുമായിട്ട് ചിലപ്പോൾ അലാമ വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലെ നമ്മുടെ ഈ സോപ്പും വെള്ളത്തിൽ എടുത്തും കാഞ്ഞിത്തിരിയോളം ഇതിൻ്റെ ശർക്കരനീരും മറ്റേ വെളുത്തുള്ളിയുടെ നീരും അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കാഞ്ഞിട്ട് അതിൽ നിന്ന് എടുത്ത് തെളിക്കലാണ് പതിവ്. സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാറാണ് പതിവ്. ഇപ്പോൾ ഈ കാണുന്ന തക്കാളി ഞാൻ ഇന്ന് കറിക്ക് വേണ്ടി പൊട്ടിച്ചിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ ഇത്ര തക്കാളി എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ധാരാളമായല്ലോ. അത് ഇന്ന് പൊട്ടിച്ച തക്കാളിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ കാണിക്കുന്ന ഞാൻ ഉപയോഗിക്കുന്ന വളമാണ് ഈ കാണുന്നത്. ഡക്കായിട്ട് ഞാൻ പറഞ്ഞ മാതിരിയുള്ള കരിയിലും മറ്റുള്ള സാധനങ്ങൾ വേസ്റ്റിൻ്റെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കാര്യങ്ങളുണ്ടാക്കി കൊണ്ടുവന്ന വളമാണ് നമ്മുടെ ബക്കറ്റിൽ കാണുന്നത്. ഇതാണ് ഡയറക്റ്റ് ഞാനത് ഒരു പകുതി കുഞ്ഞു ചെടി നടുമ്പോൾ ഗ്രോ ബാഗിൻ്റെ പകുതി ഇടാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വളർന്ന് കുറച്ചും കൂടി വരുമ്പോൾ കുറച്ചും കൂടി എടുത്തിടും. അങ്ങനെയാണ് ഇട്ടുകാഞ്ഞ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്. അത് നിറഞ്ഞു വരുമ്പോഴേക്കും ഇതിന്മേ തക്കാളി ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, മറ്റുള്ള ആൾക്കാരിലും എത്തിക്കാൻ നോക്കുക. നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.